ഹായ്, ഞാൻ സുബിൻ VR, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പല NRIസും വിളിച്ചും മെസ്സേജ് ചെയ്തും ചോദിക്കാറുണ്ട് NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NRIs ആയിട്ടുള്ള ആളുകൾ ഇവിടെ നാട്ടിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചാണ്. സാധാരണ നിലയിൽ ഒരു NRIയുടെ ഇന്ത്യയിലെ വരുമാനം, അതായത് നാട്ടിൽ ഇന്ത്യയിലെ വരുമാനം 2.5 ലക്ഷം രൂപയിൽ മേലെയാണെന്നുണ്ടെങ്കിൽ ആണ് ഒരാൾ ഒരു NRI ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു ലയബിലിറ്റി വരുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് എപ്പോഴും ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. പലപ്പോഴും NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കാം നല്ലത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 6 കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ 6 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 99% NRIസിനും NRO അക്കൗണ്ടുകളും NRI അക്കൗണ്ടുകളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ NRI ഡെപ്പോസിറ്റ്സിലുള്ള ഇൻട്രസ്റ്റിന് ടാക്സ് വരില്ല. പക്ഷേ നിങ്ങളുടെ NRO ഡെപ്പോസിറ്റ്സിലുള്ള ഇൻട്രസ്റ്റിന് TDS പിടിക്കുന്നുണ്ടായിരിക്കാം. 30% NRO ഡെപ്പോസിറ്റ്സിൻ്റെ ഇൻട്രസ്റ്റിന് TDS പിടിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർഷം 50,000 രൂപ ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ 30% വെച്ചിട്ട് 15,000 രൂപയോളം അതിന് TDS പിടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ NRIs പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നാട്ടിൽ ലീവിന് പോകുമ്പോൾ നിങ്ങളുടെ NRO ഡെപ്പോസിറ്റ്സിൽ ടാക്സ് പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാനേജറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ ഒരു ലോഗിൻ ഉണ്ടാക്കിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ടാക്സ് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ മോസ്റ്റ് പ്രോബബിലി മെജോറിറ്റി കേസസിലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളുടെ TDS, നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ TDS പിടിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇമ്മീഡിയറ്റ് അല്ല, പക്ഷേ ഒരു 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു TDSൻ്റെ ഒരു ഇഷ്യൂവിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങളൊരു നോട്ടീസ് വരാനുള്ള സാധ്യത ഒഴിവാക്കുക കൂടിയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, NRIs നാട്ടിൽ ലീവിന് വരുമ്പോൾ ഇൻഷുറൻസ് ഏജൻസികൾ നിങ്ങളെ കൊണ്ട് പല പോളിസികളും എടുപ്പിക്കാറുണ്ടായിരിക്കാം. അപ്പോൾ പല പോളിസികളും ഇതിൽ ആനുവലി 1 ലക്ഷവും അങ്ങനെ അടയ്ക്കുന്ന പോളിസികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ മെച്യൂരിറ്റിയുടെ ടൈമിൽ നിങ്ങൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് ലഭിക്കുന്ന സമയത്ത് മിക്കവാറും കേസിൽ ഇതിൽ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും കലാശിക്കുന്നത്. നിങ്ങൾ 10 ലക്ഷം രൂപ 10 വർഷം ഇട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ പോലും തിരിച്ച് കിട്ടി എന്ന് തന്നെ വരില്ല. പോരാത്തതിന് TDSും പിടിച്ചിട്ടുണ്ടായിരിക്കാം. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും. മറ്റൊരു കാര്യമുള്ളത്, പല NRIസും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്ന ആളുകളാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സെയിൽ ചെയ്യുകയാണ്, നിങ്ങളൊരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിരുന്നു, നിങ്ങൾ മുൻപ് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിരുന്നു, നിങ്ങളത് വിറ്റിട്ടുണ്ട്, നിങ്ങളത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാധാരണ 50 ലക്ഷത്തിലും മേലെയുള്ളൊരു ട്രാൻസാക്ഷൻ, റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിലും മേലെയുള്ളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1% TDS നിർബന്ധമാണ്. അതായത് വിൽക്കുന്ന ആൾക്ക് 1% കഴിച്ചുള്ള പൈസയാണ് ലഭിക്കുക. NRIസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 20-30% വരെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ NRI ആണ്, നിങ്ങളൊരു ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ലാൻഡ് സെയിൽ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എബോവ് 50 lakhs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് TDS ഉണ്ടായിരിക്കാം. ഇനി 20%-ഓ 30%-ഓ ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു എമൗണ്ടാണ് TDS ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1 കോടി രൂപയുടെ ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയാണ് TDS ആയിട്ട് ഉണ്ടായിരിക്കുക. ആക്ച്വലി ലാഭത്തിൻ്റെ അല്ല കേട്ടോ, സെയിൽ എമൗണ്ടിൻ്റെ 30% ആണ് വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് പലപ്പോഴും ലാഭത്തിനാണ്. അപ്പോൾ ഈ ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജിന് പകരമാണ് ഈ ഹോൾ എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് TDS ആയിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് ട്രാൻസാക്ഷൻ്റെ കേസിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക.
ഡെഫിനറ്റ്ലി ഈ വലിയൊരു എമൗണ്ട് 20% അല്ലെങ്കിൽ 30% ആണ് TDS പിടിച്ചിരിക്കുന്നതെങ്കിൽ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കും. അതുമാത്രമല്ല ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ, ഈ TDS ട്രാൻസാക്ഷൻസ് ഒക്കെ റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻസ് ആണ്. ഇൻകം ടാക്സിന് ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതകളുണ്ട്. NRIs ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ PIS അക്കൗണ്ട് വഴിയാണ് ഈ ഷെയർ ട്രേഡിംഗ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഓരോ പേ ഔട്ടിലും പലപ്പോഴും NRIസിനുള്ള ഓരോ പേ ഔട്ടിലും TDS പിടിക്കുന്നുണ്ടായിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര അധികം പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പിടിച്ചിട്ടുള്ള TDS തിരിച്ചു ലഭിക്കാനുള്ള വഴികളുണ്ട്. അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ടാക്സ് എമൗണ്ട്, ടാക്സ് ലയബിലിറ്റി വരുന്നത്, അത് കഴിഞ്ഞുള്ള TDS നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ അത് നോട്ടീസ് വരാനുള്ള സാധ്യതകളും അതിലുണ്ട്. നിങ്ങൾ NRI ആണ്, നിങ്ങൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ചില കേസുകളിൽ ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാർക്കായിരിക്കാം ചിലപ്പോൾ അത് റെന്റിന് കൊടുത്തിരിക്കുന്നത്. ആ കേസുകളിൽ ചിലപ്പോൾ അവർ TDS പിടിക്കാനും സാധ്യതയുണ്ട്. 30% ഒക്കെ TDS വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് മറ്റ് ഇൻകങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 30% TDS ആയതുകൊണ്ട് തന്നെ അത് റീഫണ്ടിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ കേസിലും നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, TDS പിടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. നാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം വരുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുള്ളൂ. എങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ് ഇൻകം എബൌട്ട് 2.5 lakhs ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക. NRIs ലാൻഡ് ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷനും ഒക്കെ വളരെയധികം നടത്തുന്ന ആളുകളാണ്. ക്യാഷ് വിഡ്രോവൽ ഉണ്ടായിരിക്കാം, ക്യാഷ് ഡെപ്പോസിറ്റുകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഒരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷനായി മാറാനുള്ള സാധ്യത ഇൻകം ടാക്സിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു നോട്ടീസിലേക്ക് എത്തിച്ചേരാനുള്ള, ഒരു ഇൻകം ടാക്സ് നോട്ടീസിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരുമോ എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലുള്ള നമ്മളുടെ മറ്റ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമൻസുകളോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.